ഏലപ്പാറ സർക്കാർ സ്കൂളിൽ വെച്ച് കൗമാരക്കാരായ കുട്ടികൾക്ക് വേണ്ടി ജീവിത നൈപുണ്യ വിദ്യാഭ്യാസം നൽകുന്നതിന്റെ ഭാഗമായി ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം സ്കൂൾ പ്രധാന അധ്യാപിക സെൽവി ഉദ്ഘാടനം ചെയ്തു. ഈ രംഗത്ത് വിദഗ്ധരായ ആളുകളാണ് ക്ലാസുകൾ നയിച്ചത്. ഏലപ്പാറ സർക്കാർ സ്കൂളിൽ വെച്ചാണ് വനിതാ ശിശു വികസന വകുപ്പിന്റെയും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൌമാരക്കാരായ കുട്ടികൾക്ക് ജീവിത നൈപുണ്യ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂളിലെ പ്രധാന അധ്യാപിക സെൽവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജീവിത നൈപുണ്യ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം വ്യക്തിത്വ വികസനം, വ്യക്തിബന്ധങ്ങൾ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയം എന്നിവയ്ക്ക് ആവശ്യമായ കഴിവുകൾ നൽകി കുട്ടികളെ സജ്ജരാക്കുക എന്നതാണ്. കുട്ടികൾക്ക് ജീവിത നൈപുണ്യ വിദ്യാഭ്യാസം നൽകുന്നത് ഉത്തരവാദിത്തമുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും വ്യത്യസ്ത സാഹചര്യങ്ങളുമായി ഫലപ്രദമായി പൊരുത്തപ്പെടാനും ദൈനംദിന ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനും ഇവരെ സഹായിക്കുന്നുണ്ട്. PHSS ഏലപ്പാറ സ്കൂളിൽ വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഓവാസി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്മാർട്ട് 40 ക്യാമ്പാണ് ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്മാർട്ട് 40 ക്യാമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ കൗമാരക്കാരായ കുട്ടികളിൽ ജീവിത നൈപുണ്യ വിദ്യാഭ്യാസം, അതായത് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ നമ്മുടെ വനിതാ ശിശു വികസന ഈ രംഗത്തെ പ്രമുഖരായ മാത്യു ബി ജോസഫ്, ടിൻഡു ജോസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. കാസിര ബേഗം, ഷാജഹാൻ വി, ജിജോ ബി, ദിവ്യ സാറ എന്നിവർ നേതൃത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.